വഴിയൊക്കെ ശരിക്കും മനസ്സിലായല്ലോ? ഓ, ആദ്യം പോയതുപോലെ ചുറ്റിക്കറങ്ങി വൈകരുത്. ഇല്ല സാർ. എന്നാ പൊയ്ക്കോ. പോവാം പോവാം പോവാം. ഉണ്ണി പറ്റിച്ചല്ലോടാ. ഇതേതായി കുരിശ്? സുധാകരൻ സാറിന്റെ ചേച്ചിയാ. ചേച്ചി ഇങ്ങോട്ട് മാറി വണ്ടി പോട്ടെ. അങ്ങനെ എന്നെ വണ്ടിയാക്കിട്ട് പിന്നെ ഇത് കൊണ്ടുപോകുന്ന എനിക്കൊന്ന് കാണണം. ദാക്ഷായണി വെറുതെ പ്രശ്നമൊന്നും ഉണ്ടാക്കണ്ട. നമുക്ക് വേണ്ടി ചോദിച്ചു വാങ്ങാം. വാസ്തവം പറഞ്ഞാൽ ഒരു വാസ്തവം പറയണ്ട. എനിക്ക് നിങ്ങൾ ഈ കുട്ടി അവിടെ ഇരിക്കുന്നുണ്ടോ? പിടിക്കാം പിടിക്കാം. ചേച്ചി ഞാൻ പറയുന്ന ഒന്ന് കേക്ക്. എനിക്കാരെ പേടിയൊന്നുമില്ല. ആരാന്ന് വെച്ചാൽ ഇങ്ങോട്ട് ഇറങ്ങി വരട്ടെ. രണ്ടിലൊന്നും എനിക്കൊന്നും അറിയണം. എടാ നീ എന്നെ വിട്. എന്നെ വിട്. അച്ഛാ, അച്ഛൻ ഇത്തിരിയെങ്കിലും കണ്ണി ചോരണ്ടായിരുന്നെങ്കിൽ ഞങ്ങളോട് അത് ചെയ്യുവോ? ഞങ്ങൾക്ക് എന്നെ വീട്ടിലെ മക്കളൊന്നും അല്ലല്ലോ. എടി നീ നാവടക്ക് മാറിയിക്കാനാ പറഞ്ഞു. വണ്ടി പോട്ടെ. മാറില്ല. വീട്ടു സാധനങ്ങൾക്ക് ഞങ്ങൾക്കും ഉണ്ട് അവകാശം. ഒരടി ഞാൻ ഇവിടുന്ന് മാറില്ല. എടി അങ്ങോട്ട് മാറിയിക്കാൻ. അവനെ അച്ഛനും എന്നെ കൂടോത്രം ചെയ്തിട്ടുണ്ടാവും. അയ്യോ, ഈ തറവാടിന്റെ മുറ്റത്ത് ഇതുവരെ ഒരു പെടക്കോഴി കൂവിയിട്ടില്ല. അംഗച്ചേവകരം കൂട്ടിക്കൊണ്ട് വന്നിരിക്കണം അവ അടരാടാൻ. മാറി മാറാൻ. മാറില്ല. കൊന്തുകളതിന് ഞാൻ മാറി. ഞാൻ മാറില്ല. മക്കളെ മാറി. ദാക്ഷായണി വണ്ടി പോട്ടെ. ആ വാ 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 വാ. അവള് തടയാൻ വന്നിരിക്കണം. സുധാര വണ്ടി പോട്ടെ. അമ്മേ, കഴിഞ്ഞ ദിവസം നമ്മൾ സിനിമയ്ക്ക് പോയില്ലേ? ആ തിയേറ്റർ അതെയാ കാണുന്നത്. എവിടെ? ദേ അങ്ങേ അറ്റത്ത് ഒരു ചോപ്പ് ബോർഡുണ്ടാ. എനിക്കൊന്നും കാണാൻ വയ്യ. അമ്മയ്ക്കും കണ്ണട വെക്കേണ്ടി വരുന്ന തോന്നുന്നേ. പൊടിയിടുന്നു. അയ്യോ, എന്തോരം കെട്ടിടങ്ങളാ എവിടെയൊക്കെ കാണുന്നത്. എന്തൊരു പ്രൗഢിയാ, എന്തൊരു ഗമയാ. ജീവിക്കണമെങ്കിൽ ഇതുപോലുള്ള സിറ്റിയിൽ ജീവിക്കും. സുധാകരന് ഈ ബുദ്ധി നേരത്തെ തോന്നാന്ന് എന്താന്നാ ഞാൻ ആലോചിക്കും. ഇവിടെ എവിടെയാണാവോ ഉണ്ണിക്കുട്ടന്റെ വീട്? ആ കുരുകുരുത്തം കിട്ടവന്റെ പേര് ഇവിടെ ഉച്ചരിച്ചു പോലും ഞാൻ പറഞ്ഞേക്കാം. ആ പോകഞ്ഞ ഉള്ളി പുറത്ത്. സുധാകരൻ നല്ല തറവാടിയായിട്ടാണ് ഇവിടെ താമസിക്കുന്നത്. ഇങ്ങനൊരു അനിയൻ ഈ സിറ്റിക്കകത്തുണ്ടെന്ന് അവന്റെ കൂട്ടുകാരെ അറിഞ്ഞ അവന് മാനക്കേടാ. മാത്രമല്ല രാജേശ്വരിക്ക് അവന്റെ പേര് കേൾക്കണതേ കഴിയാ. കൊച്ചമ്മ കാപ്പി കുടിക്കാൻ വിളിക്കുന്നു. ആ കാപ്പി കുടിക്കാൻ വന്നോളൂ. അച്ഛന്റെ ഒരു ഗമ കണ്ടില്ലേ? സിറ്റി കമ്മീഷണറാന്ന് തോന്നും. ദേ അച്ഛൻ കേക്കണ്ട, വാ. ഇങ്ങനെ വിഷമിച്ചിരുന്നിട്ട് എന്താ കാര്യം? ഒക്കെ വിധിയാണെന്ന് കരുതി സമാധാനിക്ക്. പിറന്നു വീണ തറവാടും ഓടിക്കളിച്ച മുറ്റമൊക്കെ ഒരു ദിവസം പെട്ടെന്ന് അങ്ങോട്ട് ഇല്ലാണ്ടാവാന്നൊക്കെ പറയുമ്പോ നമ്മുടെ ഭൂമിയില് നമുക്ക് പുതിയൊരു തറവാടുണ്ടാക്കാം. പൊന്നാരന്തോട്ടത്ത് ഹൗസ്. അതെ, ഈയിടെയായിട്ട് ഞാനും കുറേശ്ശെ സ്വപ്നങ്ങൾ കാണാൻ തുടങ്ങിയിട്ടുണ്ട്. ഇദ്ദേഹത്തിന്റെ പോലെ വലിയ സ്വപ്നങ്ങളൊന്നുമല്ല. ഒരു കൊച്ചു വീട്, നിർത്ത്. വണ്ടി വീട്ടിനകത്തോട്ടാണോ കൊണ്ടുവന്നേ? പിന്നെ വീട് വണ്ടിയുടെ അകത്തേക്ക് കൊണ്ടുവരാൻ പറ്റൂ? എന്താ ചേച്ചി പ്രശ്നം? പ്രശ്നം എന്തെങ്കിലും ഉണ്ടെങ്കിലേ എനിക്ക് ഇങ്ങോട്ട് വരാൻ പാടുള്ളൂ. അല്ല അതല്ല, എന്തെങ്കിലും പ്രശ്നങ്ങളില്ലാതെ ചേച്ചി ഇങ്ങോട്ട് വരാറില്ല, അതുകൊണ്ട് ചോദിച്ചത്. അത് ശരി. അപ്പൊ നീ നിന്റെ ചേച്ചി അങ്ങനെ കരുതിയിരിക്കുന്നേ? 2 പ്രാവശ്യം വന്നിട്ടോ എന്റെ നാത്തൂനോട് മനസമാധാനമായിട്ടൊന്നും മിണ്ടാനോ ഒരു തുള്ളി വെള്ളം കുടിക്കാനോ പറ്റിയില്ല. അതുകൊണ്ട് 2 ദിവസം നിന്ന് വാസുവേട്ടനെയും പിള്ളാരെയും കൂട്ടി സിറ്റിയൊക്കെ ഒന്ന് കാണിച്ചേച്ചും പോകാന്നും കരുതി വന്നതാ. ഇഷ്ടമില്ലെങ്കിൽ വേണ്ട, ഞങ്ങൾ അങ്ങ് പോയേക്കാം. കേറിക്കോ. എന്താ ഇത് ചേച്ചി ഇങ്ങനെ പിണങ്ങിയാലോ? ഞാനൊരു തമാശ പറഞ്ഞല്ലേ. ചേച്ചി 1 ദിവസത്തേക്കോ 2 ദിവസത്തേക്കോ 1 മാസം
ദിവസത്തേക്കൊന്നും ചേച്ചിക്ക് നിൽക്കാൻ പറ്റില്ല എന്നുള്ള എനിക്കറിയാം, അല്ലേ രാധിയെ? എന്നാലും എന്റെ ഒരു ആഗ്രഹം പറഞ്ഞതാ. വാ വന്നേ, വാ വാ മക്കളെ. വന്നേട്ടാ. നാത്തൂനെ. ഓ അളിയന്റെ അളി ഈ പൊതിയിലെന്താണ്? കുറച്ച് മാങ്ങയാണ്. വീശാറുണ്ടോ? എന്താ? വീശാറുണ്ടോന്ന്? ആ, അത് ഈ ചൂട് വരുമ്പോ വീശും. ഛെ, ആ വീശല്ല, മറ്റേ വീശ്. ഓ, മറ്റേ വീശ്. അന്തോണി മാപ്പിളയും മക്കളും മീൻ പിടിക്കാൻ പുഴയിലേക്ക് പോകുമ്പോ വെറുതെ പോയി നോക്കി നിൽക്കാറുണ്ട്. ഛെ, അതൊന്നുമല്ല, സ്മോൾ അടിക്കാറുണ്ടോന്ന്. ഓ, അതേ ദാക്ഷായണി അറിയാതെ വല്ലപ്പോഴും ഒരു സ്മോൾ. ഇന്ന് രാത്രി ഓട്ടം കഴിഞ്ഞ് വരുമ്പോ നമുക്കൊന്ന് കൂടാം. ഓ, വാസുവേട്ടാ, എന്താ അവിടെ? ചിക്കൻ ഫ്രൈ വൈകൂ? നോ നോ, വിത്തിൻ സെക്കൻഡ്. അല്ല, ഇവനെയും കയ്യിൽ വെച്ചോണ്ടുള്ള കാത്തിരിപ്പേ ഇത്തിരി കടുപ്പാണേ. ജാനു, ജാനു, ജാനു പോയല്ലോ. ഏ, പോയോ? ജോലികളൊക്കെ കഴിഞ്ഞു വീട്ടിൽ പൊക്കോട്ടെ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു പൊക്കോളാൻ. എന്താ മോളെ? അച്ഛനാളെ മനസ്സിലായില്ലേ? കൊള്ളാം. എനിക്ക് ജീവിതത്തിൽ ഒരാളെ ഒറ്റ പ്രാവശ്യം കണ്ടാ മതി. തനിക്ക് മനസ്സിലായി? ആ, മനസ്സിലായി. ഭാര്യ ഒന്നില്ലേ? നാട്ടിൽ പോയിരിക്കുക. വീട്ടിൽ ഒറ്റയ്ക്കിരുന്ന് ബോറടിച്ചപ്പോഴാണ് ഇവരൊന്ന് വിളിച്ചത്. എന്നാ പിന്നെ ഇന്നിവിടെ കൂടാന്ന് കരുതി. അതേതായാലും നന്നായി. ഐസക്, ഇത് ഗീതയല്ലേ? എനിക്ക് ഓർമ്മയുണ്ട്. വാ, നമുക്ക് മേലോട്ടിരിക്കാം. അച്ഛനും വാ. ആ, സുധേ, ഉം? ഒരു മിനിറ്റ്. എന്താ? ജാനു പോയി. പോയോ? അവളെ പൊയ്ക്കോട്ടെ എന്ന് ചോദിച്ചപ്പോ അച്ഛൻ പറഞ്ഞു പൊയ്ക്കോളെ. അവളോട് പോകാൻ പറഞ്ഞ അച്ഛൻ എന്താ കാര്യം? അത് അച്ഛനോട് ചോദിക്കണം. ഐസക്കിന് ഡിന്നറിന് ക്ഷണിക്കുകയും ചെയ്തല്ലോ. തനിക്കൊന്ന് ട്രൈ ചെയ്തൂടെ? എന്റെ പാചകം ബോറാണെന്ന് സുധാനല്ലേ പറയാറുള്ളത്? അത് ശരിയാ. ഇനിയിപ്പോ എന്ത് ചെയ്യും? തനിക്ക് പാചകത്തിൽ നല്ല കൈപ്പുണ്യാണെന്ന് ഞാൻ അയാളോട് പറഞ്ഞും പോയി. എന്തെങ്കിലും ഉണ്ടാക്കണമെങ്കിൽ ഞാൻ ഉണ്ടാക്കി തരാം. അമ്മയ്ക്ക് ചിക്കൻ ഫ്രൈ ഉണ്ടാക്കാൻ അറിയോ? വേണമെങ്കിൽ ഞാനൊന്ന് ട്രൈ ചെയ്യാം. പരീക്ഷണം നടത്താനൊന്നും സമയമില്ല. ഒരു കാര്യം ചെയ്യാം, പുറത്ത് റെസ്റ്റോറന്റിൽ നിന്ന് വാങ്ങാം. അച്ഛൻ എന്തിനാ വെറുതെ ഈ ആവശ്യമില്ലാത്ത കാര്യങ്ങൾക്ക് ഇടപെടുന്നത്? ദേ, ഇത് സിറ്റിയാ. എപ്പോഴും ഒരു ഗസ്റ്റ് വരണമെന്ന് പറയാൻ പറ്റില്ല. നാത്തൂനും ഇരിക്കുന്നേ. ഞാൻ ഇരിക്കുന്നോണ്ട് മടിക്കണ്ട. എനിക്കങ്ങനെ ജാതി വ്യത്യാസം ഒന്നുമില്ല. ഞാൻ അമ്മയോട് ഇരുന്നോളാം. കുറച്ചു ദിവസമായി ഒരു വിശപ്പില്ലായ്മ. ഒരു സാധനം കഴിക്കാൻ പറ്റുന്നില്ലെന്നേ. ഒരു പപ്പടം ഇഞ്ഞെടുത്ത്. വായ്ക്ക് ഒരു രുചിയില്ല. വല്യളിയിലും വേലാതിനെയും കണ്ടില്ലല്ലോ. പറഞ്ഞ പോലെ ചോറ് വിളമ്പിക്കോളം പറഞ്ഞിട്ട് ഇവരിത് എവിടെ പോയി? ഓട്ടോറിക്ഷക്കകത്തിരുന്ന് വർത്താനം പറയാൻ രണ്ടുപേരും. ഞാൻ കഴിച്ച ക്ലാസ്സിൽ കഴിക്കുന്നോണ്ട് അളിയന്റെ അളിയൻ അയത്തൊന്നുമില്ലല്ലോ. എന്തായിത്തം? ജാതി മതമൊക്കെ മനുഷ്യനുണ്ടാക്കുന്നതാണ്. പിന്നെ മദ്യത്തിന് അങ്ങനെ ജാതി മതമൊന്നുമില്ല. താൻ ഒഴിക്കടോ. ചേട്ടാ, വന്ന് ഊണ് കഴിക്ക്. ദാ വരുന്നു. ദാ ഇങ്ങോട്ട് വലിച്ചു. ചേട്ടനൊന്ന് വരുന്നുണ്ടോ? അവരെവിടെ ഇരിക്കട്ടെ. ആവശ്യമുള്ളപ്പോ ഒന്ന് കഴിച്ചോളും. നാത്തൂന് ഇനി വിളിച്ചു പോകാനൊന്നും പോകണ്ട. നാത്തൂന് പയറ് തോരനിരിപ്പുണ്ടോ? ചിരിഞ്ഞെടുത്ത്. മോളിവിടെ ഇരിക്കേ. എന്ത് കഴിച്ചാലും വായിക്ക് ഒരു രുചിയില്ലടാ. അല്ല, നിന്നോടൊരു കാര്യം ചോദിക്കാൻ മറന്നു. ആ ഭൂമി എന്തിനെങ്കിലും വെറുതെ ഇട്ടിരിക്കുന്നേ? പെണ്ണും മണ്ണും നോക്കാൻ ആളില്ലെങ്കിൽ കാര കാഞ്ഞു പോകും കേട്ടോ. ഞാൻ പറഞ്ഞില്ലേ, ഒന്നും കാണാതെ ആ ദാക്ഷായണി നിങ്ങളോട് ഇത്ര സ്നേഹം കാണിക്കില്ലെന്ന്. ചേച്ചി അവിടെ കുറച്ച് വാഴ വെച്ചാലോടാ. ആ, വാഴയും വെച്ച് ചേമ്പും നട്ട് ഒടുക്കം ഭൂമി അവളെ കയ്യിലാവും. നീയൊന്ന് അങ്ങോട്ട് വേഗം ചെന്ന് പറ, തെങ്ങിന്തൈ നമ്മൾ വെക്കാൻ പോണെന്ന്. അതിന് ഉണ്ണിയേട്ടൻ ഇരിക്കുമ്പോ ഉണ്ണിമേനൊന്നും പറയില്ല. നീ ഒന്ന് ചെന്ന് പറയിട് പെണ്ണെ. മിണ്ടാതിരിക്ക. ചെല്ലേ. കേട്ടാ നാത്തനെ, ഞങ്ങൾ അവിടെ കുറച്ച് തെങ്ങിന്റെ വെക്കാൻ പോവാ. അല്ലേ ഉണ്ണിയേട്ടാ? ഓ, നാത്തൂനും തീരുമാനങ്ങൾ എടുത്ത് തുടങ്ങിയോ? അല്ല, സ്ഥലം വെറുതെ ഇടുന്ന ശരിയല്ല എന്ന് ഞാനാ ഉണ്ണിയേട്ടനോട് പറഞ്ഞേ. അപ്പൊ ഉണ്ണിയേട്ടൻ പറഞ്ഞു അവിടെ തെങ്ങിന്റെ വെക്കാന്ന്. അവിടെ ബ്ലോക്കിൽ നല്ല തെങ്ങിന്റെ കിട്ടുമോ നാത്തൂനെ? കിട്ടും കിട്ടും. ആ കൂട്ടാനിങ്ങോട്ട് എടുക്കട്ടെ പെണ്ണെ. വായി നോക്കിക്കൊണ്ടിരിക്കുക.